ഹായ്, നമസ്കാരം. ഇപ്പം നമ്മുടെ പടം ഈ വരുന്ന 30-ന് 2 ദിവസം തന്നെ ഉള്ളൂ. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണുക. തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെയധികം എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ് പ്രകമ്പനം. എനിക്ക് തോന്നുന്നു യുവന്മാരുടെ റിയൽ ലൈഫിലേക്കാളും കൂടുതൽ ടഗ് വൈബുകൾ നിറഞ്ഞുകൊണ്ട് ഒരു അർമാദം കമിച്ചിട്ടൊരു പടം തന്നെയാണ് പ്രകമ്പനം. തീർച്ചയായിട്ടും ഇത് എല്ലാവരും പ്രകമ്പനം കൊള്ളിക്കും ഒരു വാക്ക് വരുന്നു. കാരണം കഴിഞ്ഞ എൻ്റെ പടത്തിന് കിട്ടിയ നല്ലൊരു സ്വീകരണം കിട്ടിയിരുന്നു. എനിക്ക് അതിനേക്കാൾ നല്ലൊരു ഉറപ്പുണ്ട് ഈ പടത്തിൽ. പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പം ടെൻഷൻ ഉണ്ടോ, പടം ഇറങ്ങാൻ പോകാൻ ടെൻഷൻ ഉണ്ടോ എന്ന്. പ്രൊഡ്യൂസേഴ്സിൽ ഇതിൻ്റെ കോ പ്രൊഡ്യൂസേഴ്സ് എൻ്റെ കുറേ ആൾക്കാരുണ്ട്. അവർക്ക് കാണുമ്പോൾ ചോദിക്കും ടെൻഷൻ ഉണ്ടോ. ഒരു ടെൻഷൻ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ടെൻഷൻ, വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് 100% ഉറപ്പുണ്ട് ഇത് എന്തായാലും ശ്രദ്ധിക്കപ്പെടാൻ ഒരു പടമാണെന്നുള്ളത്. കാരണം അത്രത്തോളം ഇതിലെ ആക്ടേഴ്സ് ആണെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ പടം എഴുതിയിട്ട് ഏകദേശം ഒരു 6 മന്തിൻ്റെ ഉള്ളിലാണ് ഒരു പടം. വേറൊരു പടം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിൽ അത് കുറച്ച് നീണ്ടുപോയ സമയത്ത് എന്നാൽ പിന്നെ വേറെ ചെറിയൊരു പടം എന്നുള്ള രീതിക്ക് ചെറിയൊരു പടം എന്നുള്ള രീതിക്കാണ് ഇതിന് കൺസേൺ ചെയ്ത് നമ്മൾ വന്നത്. പക്ഷേ അത് വന്ന് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിലെത്തി, ശ്രീധരൻ്റെയും സുധീഷേട്ടൻ്റെയും കാർത്തിസാറിൻ്റെയൊക്കെ കയ്യിലെത്തി കഴിയുമ്പോൾ ഇതൊരു വലിയൊരു സിനിമയായി മാറി. വരും ദിവസങ്ങൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അറിയും ഇതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത്. അത് ഞാനിവിടെ റിവീൽ ചെയ്യുന്നില്ല. അതെന്തായാലും അത് പ്രൊഡ്യൂസർ തന്നെ റിവീൽ ചെയ്യും. ഹായ്, ഇതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. ജാനുവരി 30-ന് റിലീസ് ആവാനായി ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ നിങ്ങളെല്ലാവരും കണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ ഫിലിമിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരാണ്. അപ്പോൾ ഇവർ 3 പേരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ പെന്തേരയായിട്ട് ഞാൻ മാത്രമല്ല, ഇതിൽ 2-3 ക്യാരക്ടേഴ്സും കൂടെ ഉണ്ട്. ഗായത്രി, അനഘ, കുറച്ച് പേരും കൂടെ ഉണ്ട്. സന്തോഷമുണ്ട്. ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര ഫണ്ണായിട്ട് നമ്മൾ